ഹായ് ഫ്രണ്ട്സ്, ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്, അതുപോലെ തന്നെ 4 ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ചമ്മന്തിക്കുള്ള കടുക് താളിക്കലാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ആ ചട്ടി ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കടുകൊക്കെ ഇതാ നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ ഒന്ന് ചുവന്ന് വരണം, ഒന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം. അന്നേരം അത് വേഗം മൂത്ത് വരും. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ചമ്മന്തിയുടെ റെസിപ്പി. ഇഡ്ഡലിയുടെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്